ചൈനീസ് ആൻഡ് റഷ്യൻ സപ്പോർട്ട് ലഭിക്കുന്നു എന്നത് കൃത്യമാണ് താനും. അതുകൊണ്ട് ഇറാൻ ഈസ് ഷോയിങ് റെസിലിയൻസ്. ഇറാൻ്റെ റെസിലിയൻസിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെ ചൈനയുമായും റഷ്യയുമായും തന്ത്രപരമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇറാനിലെ അതീവ പ്രാധാന്യമുള്ള ഒക്തായ് ഖാൻ റെയിൽവേ പാലം അമേരിക്കൻ സൈന്യം ക്രൂയിസ് മിസൈൽ അയച്ച് കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. ഈ ചൈന, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ ഈ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇറാൻ്റെ അന്താരാഷ്ട്ര റെയിൽവേ ഇടനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ ഒക്തായ് ഖാൻ പാലം. ബീജിങ്ങിനെയും മോസ്കോയെയും മിഡിൽ ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന വിപുലമായ ട്രാൻസിറ്റ് ശൃംഖലയുടെ നിർണായക ഭാഗമായാണ് ഇതിനെ അറിയപ്പെടുന്നതും. ഇത് അമേരിക്ക ലക്ഷ്യമിട്ടതിന് പിന്നിൽ എന്തായിരിക്കും? ഒക്തായ് ഖാൻ പാലം അമേരിക്ക മിസൈൽ അയച്ച് തകർത്തിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലെ ഒരു മംഗോൾ ചക്രവർത്തിയായിരുന്നു ചെങ്കിഷ് ഖാൻ്റെ പിന്മുറക്കാരൻ, രണ്ടാമത്തെ മംഗോൾ ചക്രവർത്തി. ആ ഒരു സാമ്രാജ്യത്തിലെ വലിയ മുഖമായിരുന്നു ഒക്തായ് ഖാൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥലത്തെ പാലം, അത് നിർണായകമായ ഒരു പാലമാണ്. ഒരു യുദ്ധത്തിൽ പലപ്പോഴും തകർക്കപ്പെടുന്നത് സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ജീവനാഡിയായി പ്രവർത്തിക്കേണ്ട റെയിൽവേ ആൻഡ് റോഡ് നെറ്റ്വർക്ക്, പാലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്രമണ വിധേയമാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ എന്താണ് പ്രത്യേകത? ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനെ ചൈനയുടെ പ്രധാനപ്പെട്ട സിയാൻ പ്രോവിൻസുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്ട് 10,400 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ബ്രഹ്മാണ്ഡ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഇറാൻ ഉള്ളിലെ ഭാഗമാണ്, ഇറാൻ്റെ വടക്ക് കിഴക്കൻ ഭാഗമാണത്. അപ്പോൾ ഇത് കസാക്കിസ്ഥാനിലൂടെ കടന്നു പോകണം ഇറാനിൽ നിന്നും, എന്നിട്ട് അത് തുർക്ക്മേനിസ്ഥാനിൽ എത്തണം. അവിടെ നിന്നാണ് ചൈനയിലേക്ക് പോകേണ്ടത്. ഈ പോകുന്നത് വലിയ സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു റെയിൽവേ, എന്തുകൊണ്ട് ഇറാൻ്റെ വിഭവങ്ങൾ കടൽ മുഖേന ചൈനയിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നില്ല? സ്വാഭാവികമാണ്. ഹോർമൂസാണ് ഇറാൻ്റെ ആയുധം, ഹോർമൂസാണ് ഇറാൻ്റെ ബലം, ശക്തി എന്ന് പറയുമ്പോൾ ഹോർമൂസ് തന്നെയാണ് ഇറാൻ്റെ ദൗർബല്യം എന്നും ഇറാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇറാൻ്റെ പ്രധാന വിഭവമായ എണ്ണ പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ അത് പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി ചൈനയാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് 80% പോകേണ്ടത് ചൈനയിലേക്കാണ്. അതിൻ്റെ സിംഹഭാഗവും ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരുന്നത്, അതായത് ഉപരോധം വരുന്നതിന് മുൻപ്, യുദ്ധം വരുന്നതിന് മുൻപ്, ഹോർമൂസ് അടയ്ക്കുന്നതിന് മുൻപ് പോയിക്കൊണ്ടിരുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഈ എണ്ണ ഇറാൻ്റെ തെക്കൻ നഗരങ്ങളിലാണ്, തെക്കൻ തുറമുഖ നഗരങ്ങളിൽ അതോട് ചേർന്നാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ. അല്ലെങ്കിൽ അത് പേർഷ്യൻ ഗൾഫിനുള്ളിലാണ് വാതകപ്പാടങ്ങളും എണ്ണപ്പാടങ്ങളും. അങ്ങനെ ഇറാൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ എണ്ണ ഉത്പാദനം കുറവാണ് തെക്കൻ പ്രദേശങ്ങളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇറാൻ്റെ തന്ത്രപ്രധാനമായ എണ്ണയുമായി ബന്ധപ്പെട്ട, ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും, ഇപ്പോൾ ഖാർഗ് ദ്വീപിനെക്കുറിച്ച് നമ്മൾ പറയുന്നു, എണ്ണ തെക്ക് പ്രദേശത്തുള്ള എണ്ണ ഏതാണ്ട് പൂർണ്ണമായി ഖാർഗ് ദ്വീപിൽ ആ ടെർമിനൽ എത്തിയതിന് ശേഷം ഏതാണ്ട് 90% എണ്ണയും ഇറാൻ ഉത്പാദിപ്പിക്കുന്ന ക്രൂഡിൻ്റെ ഏതാണ്ട് 90% ഖാർഗ് ദ്വീപിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും ഷിപ്മെൻ്റായി വിവിധ രാജ്യങ്ങളിലേക്ക്, പല രാജ്യങ്ങളുടെ പതാകകൾ വഹിക്കുന്ന കപ്പലുകളിലൂടെ ഹോർമൂസ് കടലിലേക്ക് കടന്ന് പുറത്തേക്ക് പോകുന്നതാണ് സ്വാഭാവിക രീതി. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ ഉപരോധം, യുദ്ധം, വീണ്ടും ഇറാൻ ഏകപക്ഷീയമായി ഹോർമൂസ് അടച്ചത്, ഇതെല്ലാം ചേരുമ്പോൾ ഇറാൻ ഹാസ് ബീൻ ട്രൈയിങ് ടു വർക്ക് ഓവർ ടൈം to find an alternate route to reach to the eastern shore. കിഴക്കൻ തീരങ്ങളിലേക്ക് ചൈനയുടെ, ജപ്പാൻ്റെ, ഫിലിപ്പീൻസിൻ്റെ ഒക്കെ മേഖലകളിലേക്ക് എത്തണമെങ്കിൽ എത്രയോ കടലിടുക്കുകൾ കിടക്കണം. ഇവിടെ ഒന്ന് ഇതാണ്, ഹോർമൂസാണ്. അത് കടന്ന് ഓപ്പൺ സീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മലാക്ക സ്ട്രൈറ്റ് കിടക്കണം. അത് ഇന്തോനേഷ്യ, മലേഷ്യ ആ ഭാഗത്താണ്. അത് ഇന്ത്യക്കും വേണമെങ്കിൽ സ്വാധീനിക്കാവുന്നൊരു മേഖലയാണ് മലാക്ക സ്ട്രൈറ്റ്. മലാക്ക കടലിടുക്ക് കടന്ന് പിന്നീട് സൗത്ത് ചൈന സീയുടെ മേഖലയിലെത്തി ചുറ്റിക്കറങ്ങി വേണം ചൈനയുടെ തെക്ക് കിഴക്കൻ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലെ തുറമുഖങ്ങളിലെത്താൻ. അവിടെയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട റിഫൈനറികളിൽ അധികവും. അപ്പോൾ നോക്കൂ, പിന്നെന്തിനാണ് ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള അല്ലെങ്കിൽ വടക്കൻ മേഖലയിൽ അധികം ജനവാസമില്ലാത്ത മേഖലയിലേക്ക് എന്തിന് ഒരു റെയിൽ നെറ്റ്വർക്ക്, ഒരു കപ്പലിന് വഹിച്ചുകൊണ്ട് പോകാവുന്ന, പ്രത്യേകിച്ച് ഓയിൽ ടാങ്കേഴ്സിന് വഹിച്ചുകൊണ്ട് പോകാവുന്നതിൻ്റെ 20-1
ഓയിൽ പോലും ഒരു വലിയ ദീർഘമായ ഒരു ട്രെയിനിന് ഒരു 10, 20, 30 ബോഗികളുള്ള ടാങ്കർ ട്രെയിനിന് വഹിച്ചു കൊണ്ടുപോകാനാവില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട്, പക്ഷേ ഒരു മെച്ചമുണ്ട്. കപ്പൽ ഗതാഗതത്തിനെടുക്കുന്ന ഏതാണ്ട് 30 ദിവസത്തോളം സമയം, പല 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 കേന്ദ്രങ്ങൾ പിടിച്ചിടുമല്ലോ, 30 ദിവസത്തോളം സമയം, അത് കുറച്ചുകൊണ്ടുവന്ന് 15 ദിവസം കൊണ്ട് എത്താൻ സാധിക്കും. 15 ദിവസം വലിയൊരു കാലഘട്ടമാണെന്ന് തോന്നാമെങ്കിലും ഈ 15 ദിവസം, അതായത് ടെഹ്റാനിൽ നിന്ന് തിരിക്കുന്ന, അല്ലെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ടെഹ്റാനിൽ എത്തിക്കും, അവിടെ നിന്ന് തിരിക്കുന്ന ആ റെയിൽ നെറ്റ്വർക്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 15ാം ദിവസം മാത്രമേ ചൈനയിലെ അൾട്ടിമേറ്റ് ഡെസ്റ്റ് ഈ റെയിൽ നെറ്റ്വർക്ക് അവസാനിപ്പിക്കുന്ന ഷിയാങ് പ്രോവിൻസിൽ എത്തുകയുള്ളൂ. അപ്പോൾ അവിടെ സിയാൻ പ്രോവിൻസാണ്. അപ്പോൾ അവിടെ ആ നഗരത്തിലെത്തണം എങ്കിൽ യഥാർത്ഥത്തിൽ പല രാജ്യങ്ങൾ കിടക്കണം. ഓരോ രാജ്യത്തിനും ഓരോ ഗേജാണ് എന്നോർക്കണം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് മുൻപ് മീറ്റർ ഗേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പലതും ബ്രോഡ് ഗേജാണ്. മീറ്റർ ഗേജ് ട്രെയിനിന് ബ്രോഡ് ഗേജിൽ ഓടാനാവില്ല, അല്ലെങ്കിൽ നാരോ ഗേജിൽ ഓടാനാവില്ല. ഇറാൻ ഒരു പ്രത്യേക ഗേജ് ട്രെയിനാണ് ഉപയോഗിക്കുന്നത്, പാളങ്ങളാണ് ഉപയോഗിക്കുന്നത്. കസാക്കിസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു ഗേജാണ്. റഷ്യയും കസാക്കിസ്ഥാനും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും മറ്റൊരു ഗേജിലാണ് ഓടുന്നത്. അത് അടുത്ത രാജ്യത്ത് ചൈനയിലെത്തുമ്പോൾ മറ്റൊരു ഗേജാണ്. ഓരോ ഇടത്തും 1-2 ദിവസമാണ് ഗേജ് ചരക്കുകൾ ഇറക്കി മറ്റ് ബോഗികൾ, കമ്പാർട്ട്മെൻറ്റുകളിൽ കയറ്റേണ്ടി വരും. അത് വലിയ സമയനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രായോഗികമല്ല, ഇക്കണോമിക്കലി വയബിൾ അല്ല, ഇതൊരു ഉട്ടോപ്യൻ ആശയമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അതിൻ്റെ ജീവനാഡിയാണ് ഈ പാത എന്നുകൂടി ഓർക്കണം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ആകെ എണ്ണ വാങ്ങലിൻ്റെ 40% ഇറാനിൽ നിന്നാണ്. ബാക്കി നല്ല സിംഹഭാഗവും റഷ്യയിൽ നിന്നാണ്. അപ്പോൾ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന എണ്ണ, ഇന്ത്യയെ പോലെ തന്നെ 80%-ലധികം എണ്ണ ചൈന സോഴ്സ് ചെയ്യുന്നത് വെളിയിൽ നിന്നുമാണ്. എന്നിട്ട് അവർ റിഫൈൻ ചെയ്ത് ഇന്ത്യയെ പോലെ തന്നെ വെളിയിൽ വിൽക്കുന്നുണ്ട്. വലിയ റിഫൈനറികൾ ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുള്ളത് പോലെ തന്നെ. ഇതാണ് ആ രീതി. അതുകൊണ്ട് ഇറാൻ എങ്ങനെയെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഇറാൻ്റെ വിഭവം കടൽ വഴി നീങ്ങിയില്ലെങ്കിൽ കരവഴി നീങ്ങിയേ പറ്റൂ. അതിനുള്ള മാർഗമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആക്രമണത്തിലൂടെ, അപ്രതീക്ഷിതമായ ആക്രമണമാണ്. റെയിൽ നെറ്റ്വർക്ക്, ഒരു ശരാശരി റെയിൽ നെറ്റ്വർക്കാണ് തകർത്തിരുന്നത് എങ്കിൽ ഇങ്ങനെയല്ലല്ലോ നമ്മൾ വിശകലനം ചെയ്യുക. ഇത് കൃത്യമായി നാളുകളിൽ ഇറാൻ ഒരിക്കലും മറ്റൊരു റൂട്ട് ഉണ്ടാവരുത്, ചൈനയിലേക്ക് ഒരു ആക്സസ് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എണ്ണ വ്യാപകമായി ചൈനയിലേക്ക് ഈ റെയിൽ നെറ്റ്വർക്ക് വഴി ഒഴുകും. ഇല്ല, കൂടുതലും ഇറാൻ ആശ്രയിക്കുന്നത് ഇമ്പോർട്ട്സിനെയാണ്. ചൈനയിൽ നിന്നും ഭക്ഷ്യ വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നുവേണ്ട അവശ്യ സാധനങ്ങൾ പലതും കടന്നു വരുന്നത് ഈ പുതിയ റെയിൽ റൂട്ടിലൂടെയാണ്. അത് വലിയ ചിലവുള്ള ഒരു റെയിൽ റൂട്ടാണ്. അതിൽ സിംഹഭാഗവും മുടക്കിയിരിക്കുന്നത് ചൈന തന്നെയാണ്. ചൈനയുടെ പോളിസി അറിയാമല്ലോ, 1 ബെൽറ്റ് 1 റോഡ് ഇനിഷ്യേറ്റീവ്. അതായത് സെൻട്രൽ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളെ യോജിപ്പിച്ച് ഏഷ്യയുടെ അങ്ങ് കിഴക്കനറ്റം മുതൽ ചൈനയിലൂടെ കുറുകെ വന്നുകൊണ്ട് ഈ സെൻട്രൽ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളും ഇറാനെ ഉൾപ്പെടെ ബന്ധിപ്പിച്ച് അങ്ങ് പടിഞ്ഞാറ് യൂറോപ്പ് വരെ എത്തുന്ന വിശാലമായ റോഡ് റെയിൽ പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അത് പണ്ടത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന, നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ചൈനയുടെ സിൽക്ക് റൂട്ടിൻ്റെ ഒരു പുനരാവിഷ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. 2013 ഷീ ജിൻപിങ് പ്രസിഡൻ്റായിരുന്ന ആദ്യ സമയങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിലാണ്, അദ്ദേഹമാണ് ഈ ഒരു പദ്ധതി അൺട്രാവൽ ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 150 രാജ്യങ്ങളെയാണ്, ആകെയുള്ള 193 രാജ്യങ്ങളാണ് ലോകത്ത്. അതിൽ നേരിട്ടും അല്ലാതെയും ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, അവിടെ നേരിട്ട് റോഡുകളൊന്നും എത്തുന്നില്ല, പക്ഷേ ഈ ബെൽറ്റിൻ്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ടത് അത്രയും രാജ്യങ്ങളെയാണ്. നേരിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തന്നെ എണ്ണത്തിൽ വലിയ എണ്ണമാണ്. അതുകൊണ്ട് ചൈന അമേരിക്കയ്ക്കെതിരെ ഒരു വൻ ശക്തിയായിട്ട് ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡത്തിനെ വലിയ രീതിയിൽ കണക്ട് ചെയ്യുന്ന വ്യാപാര ശക്തിയായി ഉയർന്നു വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ സങ്കീർണമാകുന്നു. നോക്കൂ, എന്തുകൊണ്ട് ആ ബ്രിഡ്ജ് ടാർഗറ്റ് ചെയ്തു? അതാണല്ലോ ഇപ്പോഴത്തെ സംസാര വിഷയം. ഒക്തായ് ഖാൻ ബ്രിഡ്ജ് തകർത്തതിന് പിന്നിൽ ചൈനയിലേക്കുള്ള എല്ലാ സപ്ലൈയും അവസാനിക്കുക, ഇറാനിലേക്ക് ഏതെങ്കിലും വഴി കാര്യങ്ങൾ എത്തുന്നു എങ്കിൽ അതുപോലും തടഞ്ഞു വയ്ക്കുക, ആ ഒരു പദ്ധതിയുണ്ട്. അത് മാത്രമല്ല, ഭാവിയിൽ ഈ യുദ്ധം ഇതിൻ്റെ പിന്നിൽ പറയപ്പെടാതെ പോകുന്നൊരു കാര്യവുമുണ്ട്. ഇത് ഇറാനെ തകർക്കുക എന്നത് മാത്രമല്ല, ചൈനയിലേക്കുള്ള പ്രധാന ഓയിൽ സപ്ലൈ ഇറാനിൽ നിന്നാണല്ലോ, റഷ്യയിൽ നിന്നും ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചൈനയെ ചോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില തീപിടിച്ചാൽ
അതിൻ്റെ പ്രയോജനം പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളായ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും, അതേപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ നിയന്ത്രിക്കുന്ന വെനിസ്വലയ്ക്കുമൊക്കെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കാര്യമായി എണ്ണ പുറത്തോട്ട് പോകാതെ ആയാൽ ലോക വിപണിയിൽ എണ്ണയ്ക്ക് വില കൂടും. അതിൻ്റെ പ്രയോജനം അമേരിക്കയ്ക്ക് അനുഭവിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ദോഷമുണ്ടാകുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കുമാണ്. ചൈനീസ് ഇക്കോണമി ആൻഡ് ഇന്ത്യൻ ഇക്കോണമി വിൽ റീൽ അണ്ടർ പ്രഷർ. ഇത് അമേരിക്കയുടെ ആത്യന്തികമായ ഒരു വലിയ പരിഗണന, അത് പുറത്ത് പറയുന്നില്ല എങ്കിൽ പോലും. അതുകൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ, ചൈനയെ ടാർഗറ്റ് ചെയ്യാൻ ഉള്ള നിഗൂഢമായ ശ്രമങ്ങളുടെ പിന്നിൽ ഇതിനെ വായിച്ചെടുക്കാം. കൂടുതൽ ആക്രമണങ്ങൾ, യുദ്ധം തുടർന്നു പോയാൽ, അമേരിക്ക ഇറാൻ യുദ്ധം തുടർന്നു പോയാൽ കൂടുതൽ ഇറാൻ ഉള്ളിലെ ജീവനാഡികളായ റെയിൽവേ നെറ്റ്വർക്കുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ അവിടേക്കായിരിക്കും അടുത്ത റൗണ്ട് അറ്റാക്ക്. ജനവാസ കേന്ദ്രങ്ങൾ പലതും ആക്രമിക്കപ്പെട്ടു. പലപ്പോഴും അത് ആക്സിഡൻ്റലാണ്, കൊളാട്രൽ ഡാമേജ് ആണ്. ഒരു സ്കൂൾ തകർന്ന ആദ്യ ദിവസം തന്നെ ഫെബ്രുവരി 28 തന്നെ അനേക മരണങ്ങൾ അവിടെ ഉണ്ടായി. 50-ൽ പരം കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചത്. അതൊക്കെ തന്നെ കൊളാട്രൽ ഡാമേജ് ആണ് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് അമേരിക്ക അങ്ങ് പിന്മാറുന്നു. അതുകൊണ്ട് ആൾനാശത്തേക്കാൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായി തകർത്തുകൊണ്ട് കഴിയുമെങ്കിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ഉൾപ്പെടെ ഇക്കൂട്ടത്തിൽ വരിഞ്ഞു മുറുകാം എന്ന ചിന്തയാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യയെ കുറേയൊക്കെ പ്രോത്സാഹിപ്പിച്ചേക്കാം. ഇന്ത്യയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ് ഈ സമുദ്രത്തിലൂടെ കണക്ടിവിറ്റി സെൻട്രൽ ഏഷ്യയിലേക്ക് ഇറാൻ്റെ ചബഹാർ തുറമുഖം വഴി ഒരു കോറിഡോർ, അതേക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്പ് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്, ഇതൊക്കെ ഇന്ത്യയുടെ പദ്ധതിയായി വരുന്നു. അമേരിക്ക ഒരിക്കലും അതിനെതിരെ നിൽക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ മാനേജ് ചെയ്യാൻ, കൗണ്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ ഒരുപക്ഷെ പഴയ സ്പൈസ് റൂട്ടിൻ്റെ സിൽക്ക് റൂട്ട്, ചൈനയുടെ സിൽക്ക് റൂട്ടിന് ബദലായി ഇന്ത്യയുടെ സുഗന്ധപാത സ്പൈസ് റൂട്ട്, റോമൻ ട്രേഡൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 2000 വർഷം മുൻപുണ്ടായിരുന്ന ആ ഒരു സമുദ്രപാതയാണല്ലോ ഈ സ്പൈസ് റൂട്ട്. സുഗന്ധദ്രവ്യങ്ങൾ മലബാർ കോസ്റ്റിൽ നിന്നും കേരളത്തിൽ നിന്നും വെസ്റ്റ് ഏഷ്യയിലേക്കും യൂറോപ്പിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ പോയിരുന്ന ആ ഒരു പാത, അത് പുനഃസംഘടിപ്പിക്കുക എന്നത് ഒരു പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കലി ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ആക്രമണമാണ് ഒക്തായ് ഖാൻ പാലത്തിന് നേരെ നടന്നത്. ഒരു പാലം ആക്രമിക്കപ്പെട്ടപ്പോൾ എന്തിന് ഇത്രയധികം വിശകലനങ്ങൾ? അത് ഒരു പാലമല്ല വിഷയം. ഇത് എൻറ്റയർ ജിയോ പൊളിറ്റിക്സ് സെൻട്രൽ ഏഷ്യയുടെയും ഒരുപക്ഷെ ചൈനയുടെയും ഈവൻ സൗത്ത് ഏഷ്യയുടെയും പേർഷ്യൻ ഗൾഫിൻ്റെയും എല്ലാം ജിയോ പൊളിറ്റിക്കൽ ബാലൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് വിശദമാക്കിയെന്ന് മാത്രം. ഇതോടൊപ്പം തന്നെ അതിശക്തമായ ആക്രമണത്തിൽ അമേരിക്ക തകർത്ത അതീവ പ്രാധാന്യമുള്ള മഷ്ഹദ് റെയിൽവേ പാതയിലെ ഒരു ലൈൻ വെറും 13 മണിക്കൂർ കൊണ്ട് ഇറാൻ പുനഃസ്ഥാപിച്ചു എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇറാനിലെ 90% സൗകര്യങ്ങളും നശിപ്പിച്ചു എന്നൊക്കെ ട്രംപ് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന തിരിച്ചുവരവുകൾ കൂടി ഇറാൻ നടത്തുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? ഇറാൻ റെസിലിയൻസ് ഉള്ള രാജ്യമാണ്. അതായത് ഏറെ പ്രഹരമേറ്റാലും പ്രഹരം സ്വീകരിച്ചുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യുന്ന ഒരു മനോഭാവം, അല്ലെങ്കിൽ അതൊരു അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ്? വർഷങ്ങളായി 1979 മുതൽ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യുദ്ധം അല്ലെങ്കിൽ ഉപരോധം നേരിട്ടിരുന്നു ഇറാൻ. അതുകൊണ്ട് ഒരു ജനതയ്ക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇറാനിയൻ ജനത, അതിൻ്റെ സിംഹഭാഗവും 47 വയസ്സിൽ താഴെയുള്ളവരാണല്ലോ. അപ്പോൾ അവരെല്ലാം കണ്ടിട്ടുള്ളതെല്ലാം തന്നെ ഉപരോധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒരു ചെറുത്തുനിൽപ്പിൻ്റെയും ഒക്കെ തന്നെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഒരു ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നു. ആക്രമണം ഉണ്ടായാൽ എന്താണ് മറുപടി? പ്രത്യാക്രമണം മാത്രമല്ല മറുപടി. ആക്രമണ വിധേയമായ സ്ഥലം, ആ സൈറ്റ് ഒന്ന് മിനുക്കിയെടുക്കണം, അതിനെ പൊടിതട്ടിയെടുക്കണം, അതിന് പുനർനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് പുനർനിർമ്മിക്കണം. അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഒരു റെയിൽ നെറ്റ്വർക്കിന് നേരെയുള്ള ആക്രമണമാണ്. നേരത്തെ സൂചിപ്പിച്ച റെയിൽ നെറ്റ്വർക്കല്ല, മറ്റൊരു റെയിൽ നെറ്റ്വർക്ക്. അതിൽ 2 ഇടങ്ങളിൽ ആക്രമണമുണ്ടായി. ടെഹ്റാൻ നഗരത്തെ മഷ്ഹാദ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന 900 കിലോമീറ്റർ റെയിൽ റോഡ് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക്, അതിലെ പല ഭാഗങ്ങളും ആക്രമണ വിധേയമായി. എന്തുകൊണ്ട് ആ ട്രാക്ക്? അത് വളരെ തന്ത്രപ്രധാനമാണ്. കഴിഞ്ഞ ദിവസം അയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്കം നടന്നത് മഷാദിലാണ്. ടെഹ്റാനിൽ നിന്നും 900 കിലോമീറ്റർ അകലെയുള്ള കിഴക്കൻ നഗരമാണ്. ടെഹ്റാന് കിഴക്ക് മാറി ഇറാൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള നഗരമാണ്. അവിടെ നിന്നാണ് അയത്തുള്ള അലി ഖമേനി കടന്നു വരുന്നത്. അവിടെയാണ് അന്ത്യവിശ്രമ സ്ഥലവും.
അവിടേക്ക് ദശലക്ഷങ്ങളാണ് ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ടെഹ്റാനിൽ നിന്ന് ഉൾപ്പെടെ പോകുന്നത്. ആ ശവസംസ്കാര ചടങ്ങുകൾ അതിന് ശോഭ ഉണ്ടാവാതിരിക്കാൻ, അവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാൻ, ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാകാൻ ഒരുപക്ഷെ ഉദ്ദേശിച്ചുള്ള ഒരു ആക്രമണമാണ്. കൃത്യം സമയത്ത് ജനലക്ഷങ്ങൾ അങ്ങോട്ട് നീക്കാൻ. ഓൾ റോഡ്സ് ഇൻ ഇറാൻ ലെഡ് ടു മഷാദ്. അത് ഖബറടക്കം നടന്ന ദിവസത്തിന് മുൻപുള്ള 2-3 ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങോട്ടുള്ള പല നെറ്റ്വർക്കുകളും ഓവർ ക്രൗഡഡാണ്, ട്രാഫിക് കൊണ്ട് വീർപ്പ് മുട്ടുന്ന പ്രദേശമാണ്. അതിലെ ട്രെയിൻ നെറ്റ്വർക്കാണ് അവിടെയാണ് തകർത്തത്. അത് തകരുമ്പോൾ പകുതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ടി വരുന്ന ജനങ്ങളുടെ ഒരവസ്ഥ ആലോചിക്കൂ. പക്ഷേ ഇറാൻ അതിനുള്ള പരിഹാരം കണ്ടു. ബസ്സുകളിൽ, അവൈലബിൾ ആകുന്ന വെഹിക്കിളുകളിൽ ട്രെയിനിൽ പോകാൻ തയ്യാറായി. ഇപ്പോൾ പാലം നഷ്ടപ്പെട്ടു, റെയിൽ നെറ്റ്വർക്ക് തകർത്തു, അതുകൊണ്ട് ട്രെയിൻ ഗതാഗതം അസാധ്യമായി. അതുകൊണ്ട് പാരലായി റോഡ് മുഖേന എത്തിച്ചു. സാധാരണ റെയിൽ മുഖേന എത്താൻ ടെഹ്റാനിൽ നിന്നും 13 മണിക്കൂറാണ് എടുക്കുന്നത്. രാത്രി യാത്രയിൽ 13 മണിക്കൂറാണ് പൊതുവെ എടുക്കുന്നത്, 900 കിലോമീറ്റർ പോകാൻ സ്പീഡ് ട്രെയിനിൽ. പക്ഷേ അതിനേക്കാൾ സമയം കുറച്ചുകൂടി കൂടുതൽ എടുത്തുകൊണ്ട് ഈ ജനങ്ങളിലൊരു നല്ല പങ്കിനെയും അവിടെ എത്തിക്കാൻ ഇറാനിയൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. അതൊരു കാര്യം. 2, നിമിഷാർത്ഥം കൊണ്ടെന്ന് പറയുന്നില്ലെങ്കിലും ഏതാനും മണിക്കൂർ കൊണ്ട്, ഒരു 24 മണിക്കൂർ സമയത്തിനുള്ളിൽ, ഏതാണ്ട് 13-14 മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത്, അത്രയും സമയത്തിനുള്ളിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കത്തക്ക രീതിയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇറാൻ എൻജിനീയറിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണം. പലപ്പോഴും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എൻജിനീയറിംഗ് മാതൃകകളാണ്. കാരണം വലിയ രീതിയിൽ ഫോറിൻ സപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല. ചൈനീസ് ആൻഡ് റഷ്യൻ സപ്പോർട്ട് ലഭിക്കുന്നു എന്നത് കൃത്യമാണ് താനും. അതുകൊണ്ട് ഇറാൻ ഈസ് ഷോയിങ് റെസിലിയൻസ്. ഇറാൻ്റെ റെസിലിയൻസിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ പറയുന്നതിനർത്ഥം ഇറാൻ അങ്ങ് അമേരിക്കയെ കീഴടക്കിയെന്നോ ഇറാൻ യുദ്ധം ജയിച്ചു എന്നോ അങ്ങനെ, ഇത് ജയപരാജയങ്ങളുടെ വിഷയമല്ല. ഒരു രാജ്യം സർവൈവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. അതിനെ നിഷ്പക്ഷമായി വിലയിരുത്തി എന്ന് മാത്രം. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.